നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മാള അമ്പഴക്കാട് യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് പോസ്റ്റിലിടിച്ച് ഒരാൾ മരണപ്പെട്ടു. വൈന്തല സ്വദേശിയായ കാര്യാട്ടുപറമ്പിൽ സുമേഷ് സുബ്രനാണ് മരണപ്പെട്ടത്. സുഹൃത്തായ വൈന്തല സ്വദേശി വട്ടോളി വീട്ടിൽ വിഘ്നേഷ് സുരേഷിനെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വായുമലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഐരാണിക്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കമ്പനിക്ക് മുൻപിൽ കൂട്ടധർണ നടത്തി. വാർഡ് മെമ്പർ PS സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KG മോഹനൻ അധ്യക്ഷത വഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ പൈനൂർ കായൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിലെ പൈനൂർ പ്രദേശത്തെ 148 ഹെക്ടർ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത്. പദ്ധതിക്കായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ ഭൂവുടമകളെ ആദരിച്ചു. KPCCയുടെ സമരാഗ്നി യാത്രയ്ക്ക് ഫെബ്രുവരി 18-ന് ചാലക്കുടിയിൽ സ്വീകരണം നൽകും. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുൻപിൽ വൈകിട്ട് 5 മണിക്കാണ് സ്വീകരണവും പൊതുസമ്മേളനവും നടക്കുക. തൃശൂർ ജില്ലയിൽ 2 സ്ഥലങ്ങളിലാണ് സ്വീകരണം നൽകുന്നത്. തൃശൂർ തേക്കിൻകാട് മൈതാനവും ചാലക്കുടിയിലുമാണ് സ്വീകരണം. രാജീവ് ഗാന്ധി ശില്പത്തിന്റെ കഴുത്തിൽ ചരട് കെട്ടി സമരാഗ്നി ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സോഷ്യൽ മീഡിയയിലടക്കം സംഭവം ചർച്ചയായതിനു പിന്നാലെ ബോർഡ് കോൺഗ്രസ് പ്രവർത്തകർ നീക്കം ചെയ്തു. സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ പോസ്റ്റർ ബോർഡാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നാണക്കേടിലേക്ക് നയിച്ചത്. ഒല്ലൂർ ഫൊറോന പള്ളിയിൽ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും പണം കവർന്ന കപ്യാർ അറസ്റ്റിൽ. ചീരാച്ചി സ്വദേശി തോമസ് ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഒക്ടോബർ 20 മുതൽ ഡിസംബർ 10-നും ഇടയിലായിരുന്നു മോഷണം. സംശയം തോന്നിയതിനെ തുടർന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് കവർച്ചയുടെ ദൃശ്യങ്ങൾ കാണുന്നത്. നീലക്കോഴികളുടെ ശല്യത്തിൽ പൊറുതിമുട്ടി കോട്ടാറ്റ് പാടശേഖരത്തെ കർഷകർ. കൂട്ടമായി എത്തുന്ന നീലക്കോഴികൾ നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത് കർഷകർക്ക് കനത്ത നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. നീലക്കോഴികളെ ശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷകരുടെ ആവശ്യവും ബന്ധപ്പെട്ടവർ ചെവിക്കൊള്ളുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. പെരുമ്പിലാവ് തിപ്പലശ്ശേരിയിൽ സഹോദരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച 52-കാരൻ ആത്മഹത്യ ചെയ്തു. വാക്കുതർക്കത്തെ തുടർന്ന് സഹോദരൻ കത്തിയെടുത്ത് സഹോദരിയെ കുത്തുകയായിരുന്നു. മനോവിഷമത്തിൽ പിതാവ് മരിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവങ്ങൾ ഉണ്ടായത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. സ്പീക്കറിനുള്ളിലും ശരീരത്തിലുമായി ഒളിപ്പിച്ചു കടത്തിയ 1.25 കോടി രൂപയിലേറെ വിലമതിക്കുന്ന സ്വർണം വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗമാണ് പിടിച്ചത്. ആകെ 1599 ഗ്രാം തൂക്കം വരുന്ന സ്വർണമാണ് സ്പീക്കറിനകത്ത് ഒളിപ്പിച്ചു കടത്തിയത്. ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റാൻ നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് പരിഹാരമായി. തിരക്കേറിയ പറവൂർ ആലുവ റോഡിലെ കൊടുംവളപ്പിൽ പ്രവർത്തിച്ചു വരുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പന കേന്ദ്രമാണ് പൂട്ടാൻ നടപടിയായത്. ശക്തമായ പ്രതിഷേധങ്ങൾ മറികടന്നാണ് വർഷങ്ങൾക്ക് മുൻപ് അധികൃതർ ഔട്ട്ലെറ്റ് സ്ഥാപിച്ചത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.